മണിക്കൂർ സമയമായിട്ടും കോഴിക്കോട് നഗരമധ്യത്തിലെ മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡ് എന്ന പുതിയ ബസ് സ്റ്റാൻഡ് നിന്നു കത്തുന്നത് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളെ ഒന്നടങ്കം വെല്ലുവിളിക്കുകയാണ്. കോഴിക്കോടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തമായി മാറിയിരിക്കുകയാണ് ഇത്. വൈകിട്ട് 5 മണിയോടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തീപിടുത്തം രാത്രി 8 മണിയായിട്ടും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന തുണിക്കടയുടെ ഗോഡൌണിനാണ് ആദ്യം തീപിടിച്ചത്. തുടർന്ന് മറ്റു കടകളിലേക്കും അഗ്നി വ്യാപിക്കുകയായിരുന്നു. കടയിലും ബിൽഡിംഗിലും ഉണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത ബസ്സുകളും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഞായറാഴ്ച അല്ലായിരുന്നുവെങ്കിൽ വൻ ദുരന്തം ഉണ്ടാകുമായിരുന്നുവെന്നാണ് പരിസരത്തെ വ്യാപാരികൾ പറയുന്നത്. 1-ാം നിലയിലും 2-ാം നിലയിലും മുഴുവൻ തീ പടർന്നു പിടിച്ചിരിക്കുകയാണ്. കെട്ടിടത്തിനകത്തുള്ള ട്രസ് മെറ്റീരിയലുകൾ കത്തി താഴേക്ക് വീണു. 6 യൂണിറ്റ് ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. നഗരം മുഴുവൻ പുക പടരുന്ന സാഹചര്യമാണുള്ളത്. കോഴിക്കോട് നഗരത്തിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ്. അനാസ്ഥ വരുത്തിയ ദുരന്തം തന്നെയാണ് ഇത്. ഇത്രയും സമയമായിട്ടും തീ അണയ്ക്കാൻ ഫയർഫോഴ്സിന് കഴിയാത്തത് വിവാദങ്ങൾക്കും ഇടയാക്കുകയാണ്. ഫയർഫോഴ്സിന്റെ കൈവശം ആവശ്യമായ വെള്ളമില്ലെന്നാണ് കച്ചവടക്കാർ ആരോപിക്കുന്നത്. ഫയർഫോഴ്സ് അണച്ച ഭാഗത്ത് വീണ്ടും തീ കത്തുകയാണെന്നാണ് ആരോപണം. വെള്ളിമാടുകുന്ന്, ബീച്ച്, മീഞ്ചന്ത, മുക്കം, കരിപ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പുറത്തെ തീ മാത്രം അണയ്ക്കാനാണ് നിലവിൽ ശ്രമം നടക്കുന്നത്. ഉള്ളിൽ തീ പടർന്നു പിടിക്കുകയാണ്. അതേസമയം കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള കെട്ടിടത്തിൽ കടകളുടെയും ഗോഡൌണുകളുടെയും നിർമ്മാണം തീർത്തും അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചത് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇവിടെ യാതൊരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നില്ല. അടുത്തടുത്തുള്ള തുണിക്കടകളിൽ ഒരു ഫയർ എക്സ്റ്റിൻഷൻ പോലും ഉണ്ടായിരുന്നില്ല. എമർജൻസി എക്സ് പോലുള്ള ഒരു സംവിധാനവും കെട്ടിടത്തിലില്ല. ആളപായം ഒഴിഞ്ഞത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്നാണ് പ്രാഥമികമായ നിഗമനം. ബസ് സ്റ്റാൻഡിലാവട്ടെ വെള്ളമെടുക്കാനുള്ള സംവിധാനമില്ല. നഗരമധ്യത്തിലെ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും അടക്കമുള്ള ഇത്രയും ജനത്തിരക്കുള്ള ഒരു സ്ഥലത്ത് ഫയർഫോഴ്സിന് വെള്ളമെടുക്കാനുള്ള സംവിധാനം ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ല. ഇന്ന് ഫ്ളാറ്റുകളിൽ പോലുമുള്ളതാണ് ഈ സംവിധാനം. ഇത്രയും ഗുരുതരമായ സാഹചര്യം എന്തുകൊണ്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്. പരസ്യ ബോർഡുകൾ തോന്നിയ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ഇപ്പോൾ വിനയായിരിക്കുകയാണ്. അകത്തു നിന്നുള്ളത് മുഴുവൻ കത്തിയതിനു ശേഷമാണ് ഫയർഫോഴ്സ് അടിക്കുന്ന വെള്ളം എത്തുക. ഷട്ടറുകളും ഷീറ്റുകളും തോന്നിയതുപോലെ ഇട്ടതും ഫയർഫോഴ്സിന് തടസ്സമായി. വയറിംഗ് സംവിധാനവും തോന്നിയ പോലെയാണ്. ഇതും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ കാര്യങ്ങൾ വഷളാക്കും. ചുരുക്കത്തിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ തോന്നിയ പോലെ കടമുറികൾ പണിതതിന്റെ ദുരന്തമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പറയാം. ഇതെല്ലാം പരിശോധിക്കാൻ ചുമതലയുള്ള കോർപ്പറേഷൻ എന്തു ചെയ്യുകയായിരുന്നുവെന്നും ചോദ്യം ഉയരുന്നുണ്ട്. CPM മേയർ ബീന ഫിലിപ്പ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇതുവരെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അകത്തു കടക്കാൻ സാധിച്ചിട്ടില്ല.